പ്രിയമുള്ളവർ, മോഡറേറ്റർ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ മറുകണ്ഠം ചാടിയ ഒരാൾ എന്ന വിശേഷണമാണ് അദ്ദേഹം എനിക്ക് നൽകിയത്. ആ വിശേഷണത്തെ അതർഹിക്കുന്ന ബഹുമാനത്തോടെ ആദരവോടെ ഞാൻ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു. എന്നിരിക്കലും ആദ്യമായി എനിക്ക് പ്രതികരിക്കാനുള്ളത്, ഇത്തരമൊരു സംവാദം സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത മാതൃദേശം TV-യുടെ തീരുമാനത്തെയാണ് എനിക്ക് ആദ്യമായി ബഹുമാനിക്കാനുള്ളത്. കാരണം ഇത് സംവാദത്തിലൂടെ ഒരു തീരുമാനത്തിൽ ഈ വിഷയത്തെ ഞങ്ങൾ സമീപിക്കുന്നത്. യാതൊരു പിടിവാശിയും അക്കാര്യത്തിൽ ഞങ്ങൾക്കില്ല എന്ന് പറയട്ടെ. നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു നിലപാട് ശരിയല്ല എന്ന് ബോധ്യമാകുന്ന നിമിഷം ആ നിലപാട് മാറ്റാൻ ഒരു കാരണവശാലും നമ്മൾ മടിക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ പുലർത്തിപ്പോരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ സംവാദത്തോടെ എപ്പോഴും ആരോഗ്യകരമായൊരു സമീപനം സ്വീകരിക്കാനാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ശ്രമിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. ഓഗസ്റ്റ് 1-ാം തീയതിയിലെ സുപ്രീം കോടതി വിധിയെ അനുകൂലിക്കുന്ന നിലയിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചത് എന്നതാണ് ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ടത്. അതിനു മുമ്പ് ഈ സംവരണം എന്ന് പറയുന്ന ആശയം, അതിനെക്കുറിച്ചൊരു ചെറിയ വിശദീകരണം നൽകിയതിന് ശേഷം ഞാൻ അതിൻ്റെ ഓഗസ്റ്റ് 1-ാം തീയതിയിലെ സുപ്രീം കോടതി വിധിയിലേക്ക് വരാം എന്നാണ് കരുതുന്നത്. സംവരണം സാധ്യമാക്കിയത് എന്താണ്? എന്തുകൊണ്ടാണ് സംവരണം എന്ന് പറയുന്ന ഒരാശയം സാധ്യമായത്? ഭരണഘടനാപരമായൊരു തത്വമായി എങ്ങനെയാണ് സംവരണം ഉരുത്തിരിഞ്ഞു വന്നത്? ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപങ്ങളിലൊന്ന്, ഇന്ത്യൻ ഭരണഘടന ലോകത്തുള്ള മറ്റു പല ഭരണഘടനകളിൽ നിന്നും പകർത്തി എഴുതപ്പെട്ടതാണ് എന്നതാണ്. ഏകദേശം 3 വർഷത്തോളമാണ് ഭരണഘടന നിർമ്മാണ സഭ സമ്മേളിക്കുകയും വളരെ വിശദമായ നിലയിലുള്ള സംവാദങ്ങളും ചർച്ചകളും രൂപപ്പെടുത്തിയെടുത്തതിന് ശേഷമാണ് 1949 നവംബർ 26-ാം തീയതി ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ ഈ ഭരണഘടന എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. സംവാദാത്മകമായിട്ടാണ് ഭരണഘടന രൂപപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടനയിലുള്ള വളരെ ഇന്നവേറ്റീവായ, മറ്റു ഭരണഘടനകളിൽ നിന്നൊന്നും തന്നെ കടം കൊള്ളാത്ത ഒരാശയമാണ് സംവരണം എന്ന് പറയുന്ന ആശയം. ഒരു അഫർമേറ്റീവ് ആക്ഷൻ എന്ന നിലയിൽ US ഭരണഘടനയിൽ അതുണ്ട്, അമേരിക്കൻ ഭരണഘടനയിൽ അതുണ്ട്. പക്ഷെ അമേരിക്കൻ ഭരണഘടനയിൽ പോലും അഫർമേറ്റീവ് ആക്ഷൻ എന്ന് പറയുന്ന ആ ആശയം രൂപപ്പെട്ടത് ഭരണഘടന രൂപം കൊണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ്. ഒരു സിവിൽ വാർ തന്നെ വേണ്ടി വന്നു അവിടുത്തെ കളേർഡ് ജനതയ്ക്ക് അഫർമേറ്റീവ് ആക്ഷൻ പ്രോഗ്രാം അമേരിക്കൻ ഭരണഘടന നടപ്പിലാക്കാൻ. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയിൽ വളരെ തനതായ ഒരാശയം എന്ന നിലയിൽ, മൗലികമായ ഒരാശയം എന്ന നിലയിൽ സംവരണം മുന്നോട്ട് വെക്കപ്പെട്ടു. ആ സംവരണം കൊണ്ട് അർത്ഥമാക്കുന്നത്, സംവരണം ഭരണഘടനാപരമായി അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ ചില ജനവിഭാഗങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കാതെ പോകും എന്ന ഇടത്താണ് സംവരണം പ്രസക്തമാകുന്നത്. ഭരണഘടന അത്തരമൊരു ഉറപ്പ് നൽകിയില്ലെങ്കിൽ, ഭരണഘടനാപരമായി ഉറപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ചില ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തും ഉദ്യോഗ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉറപ്പാക്കപ്പെടില്ല എന്ന ബോധ്യം
ഭരണഘടനാ ശില്പികൾക്കുണ്ടായിരുന്നത് കൊണ്ടാണ് സംവരണം എന്ന ആശയം ഭരണഘടനയിൽ തന്നെ ഉറപ്പിച്ചത്. ഏറ്റവും ഫലപ്രദമായ ഒരു വാക്ക് നമ്മൾ ഭരണഘടനയിൽ കാണുന്നത് അഡ്വക്കേറ്റ് റെപ്രസെൻറ്റേഷൻ എന്നതാണ്. മതിയായ പ്രാതിനിധ്യം. ചില ജനവിഭാഗങ്ങളുടെ മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനു വേണ്ടിയാണ് ഭരണഘടന സംവരണമെന്ന ആശയത്തെ ഭരണഘടനയിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഭരണഘടന ഒരു സംവരണമെന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് മറ്റു നിലയിൽ പ്രാതിനിധ്യം ലഭിക്കാതെ പോകുന്ന വിഭാഗങ്ങളുടെ മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള ഒരു ആശയം എന്ന നിലയിലാണ്. നമുക്കറിയാം, അതിന് ഭരണഘടനാപരമായൊരു തത്വം തന്നെയുണ്ട്. ഭരണഘടനയുടെ പ്രിയാമ്പിൾ, അതിൻ്റെ തുടക്കത്തിൽ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് അതിൻ്റെ ആരംഭത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. ഭരണഘടനയുടെ ആമുഖത്തിലാണ് പ്രിയാമ്പിൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും സത്യത്തിൽ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഭാഗം ചർച്ച ചെയ്യുന്നതും അത് രൂപപ്പെടുന്നതും ഏറ്റവും അവസാനമാണ്, ആദ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഭരണഘടന എന്താശയത്തെയാണ് പ്രതികരിക്കുന്നത് എന്ന് വ്യക്തമായി ബോധ്യപ്പെടാനുള്ള ഒരു നല്ല മാർഗമാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ആമുഖത്തിൽ ഭരണഘടന 4 ആശയങ്ങളെയാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, ജസ്റ്റിസ് അഥവാ നീതി. 3 തരത്തിലുള്ള ക്വാളിഫിക്കേഷൻസ് ആണ് ജസ്റ്റിസ് എന്ന് പറയുന്ന ആശയത്തിന് ഭരണഘടനയുടെ പ്രിയാമ്പിൾ നൽകുന്നത്. ഒന്ന്, സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ ജസ്റ്റിസ്. സാമൂഹ്യമായ നീതി, സാമ്പത്തികമായ നീതി, രാഷ്ട്രീയമായ നീതി. രണ്ടാമത് മുന്നോട്ട് വെക്കുന്നത് ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യം എന്ന ആശയത്തെയാണ്. അതിനും 5 ക്വാളിഫിക്കേഷൻസ് നിർണ്ണയിക്കുന്നുണ്ട്. വിശ്വാസത്തിൽ, ആരാധനയിൽ, അങ്ങനെ തുടങ്ങിയിട്ട് 5ഓളം ക്വാളിഫിക്കേഷൻസ് നിർണ്ണയിക്കുന്നുണ്ട് സ്വാതന്ത്ര്യത്തിന്. മൂന്നാമത് സമത്വം എന്ന് പറയുന്ന ആശയമാണ്. ഇക്വാലിറ്റി എന്ന് പറയുന്ന ആശയമാണ്. ഇക്വാലിറ്റി എന്ന് പറയുന്ന ആശയത്തിന് 2 ക്വാളിഫിക്കേഷൻസ് നിർണ്ണയിച്ചിട്ടുണ്ട്. ഒന്ന്, ഇക്വാലിറ്റി ഇൻ സ്റ്റാറ്റസ് ആൻഡ് ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി. പദവിയിലെ തുല്യതയും അവസരങ്ങളിലെ തുല്യതയുമാണ്. നാലാമത് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ആശയമാണ്, സാഹോദര്യം. സാഹോദര്യത്തിനുമുണ്ട് 2 ക്വാളിഫിക്കേഷൻസ്. ഒന്ന്, വ്യക്തിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്ന, രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്ന സാഹോദര്യം എന്നാണ് പറയുന്നത്. ഈ ആശയങ്ങളെ സംബന്ധിച്ച് ഭരണഘടനയുടെ പ്രിയാമ്പിൾ തന്നെ പറയുന്നത് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഉറപ്പു നൽകുകയാണ്, വാഗ്ദാനം ചെയ്യുകയാണ് ഭരണഘടന. എന്ത്? നീതി, തുല്യത, സ്വാതന്ത്ര്യം, സാഹോദര്യം. ഞങ്ങളെപ്പോലുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയെ ഒരു വിശുദ്ധ ഗ്രന്ഥമായി പരിഗണിക്കണം എന്ന അഭിപ്രായമുള്ളവരാണ്. കാരണം രാജ്യത്തെ ഒരു വിശുദ്ധ ഗ്രന്ഥവും ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഈ നിലയിലുള്ള ഒരു വാഗ്ദാനം നൽകുന്നില്ല. മരണപ്പെട്ടവിടെ ചെല്ലുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ തുല്യതയും സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും വാഗ്ദാനം ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. അതാണ് ഭരണഘടനയുടെ ഒരു മഹത്വം ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഓഗസ്റ്റ് 1-ാം തീയതിയിലെ സുപ്രീം കോടതി വിധി പരിശോധിക്കുന്നത്, ചർച്ച ചെയ്യുന്നത് ഇക്വാലിറ്റി എന്ന പ്രിൻസിപ്പിളിനെ മുൻനിർത്തിക്കൊണ്ടാണ്, തുല്യത എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തുല്യതയ്ക്ക് 2 ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഒന്ന്, ഇക്വാലിറ്റി ഇൻ സ്റ്റാറ്റസ് ആൻഡ് ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി. പദവിയിലെ തുല്യതയും അവസരങ്ങളിലെ തുല്യതയും ഉറപ്പുവരുത്തുന്നു എന്നതാണ്. ഓഗസ്റ്റ് 1-ാം തീയതിയിലെ സുപ്രീം കോടതി വിധി പ്രധാനമായും ചർച്ച ചെയ്യുന്നത് അവസര സമത്വത്തിൻ്റെ പ്രശ്നമാണ്. ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ആശയമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ഉറപ്പു നൽകുന്ന ഇക്വാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്, ആ തത്വത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 14-ലും 15-ലും 16-ലും നമുക്ക് കാണാൻ കഴിയുന്നത്. 14-ൽ എന്താണ് പറയുന്നത്? ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ.
ആൻഡ് ഓൾ ആർ എൻടൈറ്റിൽ ഫോർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. എല്ലാവർക്കും നിയമത്തിൻ്റെ സംരക്ഷണം ഒരുപോലെയാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയമാണ്. 15-ലും 16-ലും അവസര സമത്വത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഏതവസര സമത്വം? 15-ൽ പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാഭ്യാസ പ്രവേശനവുമായി ബന്ധപ്പെട്ട അവസര സമത്വത്തെ സംബന്ധിച്ച് പറയും. 16-ൽ സർവീസസ് ഇൻ ദ സ്റ്റേറ്റ്, രാഷ്ട്രത്തിന് കീഴിലുള്ള ഉദ്യോഗത്തിലെ അവസര സമത്വത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. 15(1) പറയുന്നത് രാഷ്ട്രം ഒരാളോടും ജാതിയുടെയോ മതത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ പേരിൽ വിവേചനം കാണിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. 16(1) നമുക്ക് അതേപോലൊരു ആശയത്തെ കാണാൻ കഴിയുന്നു. രാഷ്ട്രം ഒരാളോടും ഒരു പൗരനോടും ജാതിയുടെയോ മതത്തിൻ്റെയോ പേരുള്ള വിവേചനം പാലിക്കാൻ പാടില്ല. ഏത് കാര്യത്തിൽ? അപ്പോയിൻമെൻറ്റ് ടു ദ സർവീസസ് ഓഫ് ദ സ്റ്റേറ്റ്, രാഷ്ട്രത്തിൻ്റെ ഉദ്യോഗ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ലെന്ന് പറയും. വിവേചനം പാടില്ലെന്ന് പറയുന്ന 15(1) 16(1) അതിൻ്റെ 4-ാം ഉപവകുപ്പിൽ പറയുന്നു വിവേചനമാകാം. അതാണ് ഭരണഘടനയുടെ ഒരു മനോഹാരിത. 15(1)ലും 16(1)ലും പറയുന്നു വിവേചനം പാടില്ലെന്ന്. എന്നാൽ 16(4)ലും 15(4)ലും പറയുന്നു വിവേചനമാകാം. ആർക്കാകാം? 15(4)ൽ പറയുന്നത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്, ക്ലാസസ്, സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ. 2 ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ്. 15(4)ൽ ഈ 3 വിഭാഗങ്ങളോട് വിവേചനമാകാം. ഈ 3 വിഭാഗങ്ങളോട് വിവേചനമാകാമെന്ന് പറയുന്നത് ഈ 3 വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവേശനം ഉറപ്പാക്കാൻ അവരോട് ആ നിലയിൽ വിവേചനമാകാം. ദർ ക്യാൻ ബി എ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ. 16(4)ൽ പറയുന്നത് വ്യത്യസ്തമായൊരു പ്രയോഗമാണ്. ബാക്ക്വേർഡ് ക്ലാസസ് ഓഫ് ദ സിറ്റിസൺസ് എന്നാണ് പറയുന്നത്. 15(4)ൽ പറയുന്നത് പോലെ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് എന്ന പ്രയോഗമോ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് എന്ന പ്രയോഗമോ 16(4)ൽ ഇല്ല. 16(4)ലുള്ളത് ബാക്ക്വേർഡ് ക്ലാസസ് ഓഫ് ദ സിറ്റിസൺസ് എന്ന പ്രയോഗം മാത്രമാണ്. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വർഗങ്ങൾ. വേറൊരു ക്വാളിഫിക്കേഷനോടെ പറയുന്നുണ്ട്, adequate, they are inadequate they are not adequately represented in the services of the state. സർക്കാർ ഉദ്യോഗത്തിൽ മതിയായ പ്രാതിനിധ്യം കിട്ടാത്ത പിന്നോക്ക വർഗത്തിൽപ്പെട്ട പൗരന്മാർക്ക് എന്നതാണ് പ്രയോഗം. വേറൊരു പ്രയോഗം കൂടെ ഉണ്ട്, ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദ സ്റ്റേറ്റ്, രാഷ്ട്രത്തിൻ്റെ അഭിപ്രായത്തിൽ. അപ്പം 3 കാര്യങ്ങൾ 16(4)മായി ബന്ധപ്പെട്ട് പരിഗണിക്കണം. 1, അവർ പിന്നോക്ക വർഗത്തിൽപ്പെട്ട പൗരന്മാരായിരിക്കണം. 2, അവർക്ക് മതിയായ പ്രാതിനിധ്യം ഉണ്ടാകാൻ പാടില്ല. 3, അങ്ങനെ ഒരു അഭിപ്രായം രാഷ്ട്രം രൂപീകരിക്കണം. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് 16(4) വെച്ചുകൊണ്ട് അതിനെ മുൻനിർത്തിക്കൊണ്ട് പൗരന്മാർക്ക് സംവരണം ഏർപ്പെടുത്താൻ ഭരണകൂടത്തിന് കഴിയുക. അപ്പോൾ സ്വാഭാവികമായും ഓഗസ്റ്റ് 1 സുപ്രീം കോടതി വിധി ചർച്ച ചെയ്തത് 15(4)ലും 16(4)ലുമാണ്. ഒരു കാര്യം നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട നാൾ വഴികൾ ഒരു ചെറിയ രീതിയിൽ അഡ്വക്കേറ്റ് സുനിൽ സി കുട്ടപ്പൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞു. എങ്കിലും ചില കാര്യങ്ങളുടെ വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ ഒന്ന് ആവർത്തിക്കുകയാണ്. ആവർത്തനമാകാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്നതാണെന്ന് സൂചിപ്പിക്കട്ടെ. ഓഗസ്റ്റ് 1 സുപ്രീം കോടതി വിധി വരുന്നത് എവിടെ നിന്നാണ്? പഞ്ചാബിൽ നിന്നാണ്. ദേവേന്ദ്ര സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയിൽ ഈ കേസ് ആരംഭിക്കുന്നത്. പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ഈ കേസ് ആരംഭിക്കും. എന്താണ് കേസിൻ്റെ അടിസ്ഥാന സ്വഭാവം? 1975 മുതൽ പഞ്ചാബിൽ ഉപസംവരണമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ ഉപസംവരണം വന്നത് ഒരു ലെജിസ്ലേഷനിലൂടെയല്ല, നിയമനിർമ്മാണത്തിലൂടെയല്ല, ഒരു ഗവൺമെൻറ് ഓർഡറിലൂടെയാണ്, ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ്. 1975 മുതൽ പഞ്ചാബിൽ സംവരണമുണ്ട്. പഞ്ചാബിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം പട്ടികജാതിക്കാരുള്ളൊരു സംസ്ഥാനമാണ് പഞ്ചാബ്. ഏകദേശം 30% മുകളിലാണ് പഞ്ചാബിലെ പട്ടികജാതിക്കാരുടെ ജനസംഖ്യ. എണ്ണം കൊണ്ടല്ല, ശതമാനം കൊണ്ട്. അവിടെ 25% പട്ടികജാതി സംവരണം. അതിൽ 12.5% സംവരണത്തിൻ്റെ പ്രിഫറൻസ്. വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രിഫറൻസ്, പ്രയോറിറ്റി, ഈ 2 വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ കയ്യിൽ പഞ്ചാബിലെയും ആന്ധ്രാപ്രദേശിലെയും തമിഴ്നാട്ടിലെയും
അതുപോലെ തന്നെ ഹരിയാനയുടെയും നിയമങ്ങളുണ്ട്, ഉപസംവരണ സംബന്ധമായ നിയമങ്ങളുണ്ട്. ആർക്കെങ്കിലും അതിനെ സംബന്ധിച്ചൊരു ആശങ്കയുണ്ടെങ്കിൽ പരിശോധിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ കൊണ്ടുവന്നത്. ഈ 4 നിയമങ്ങളിലും പ്രയോറിറ്റി പ്രിഫറൻസ് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. പഞ്ചാബ് നിയമം 1975 സർക്കാർ ഉത്തരവ് പറഞ്ഞത് 12.5%, അതായത് 50% പട്ടികജാതി സംവരണത്തിൻ്റെ പ്രിഫറൻസ്, പ്രയോറിറ്റി, മുൻഗണന മസാബി സിഖുകൾക്കും വാത്മീകൾക്കുമായി അനുവദിച്ച് നൽകണമെന്നാണ്. 12.5% മുൻഗണന നൽകണമെന്ന് പറയുന്ന. കാരണം മസാബി സിഖും വാത്മീകളും പഞ്ചാബിൻ്റെ ജനസംഖ്യയിൽ 43% മുകളിലാണ്. തോട്ടിപ്പണിയാണ് അവിടെ പ്രധാനപ്പെട്ട പണി. തോട്ടിപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കപ്പെടണമെന്നല്ല, തീട്ടംകോരികൾ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നായി ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു പ്രയോഗം. ആ നിലയിൽ പിന്നോക്കമായൊരു വിഭാഗമാണ് ഈ മസാബി സിഖും അതുപോലെ തന്നെ വാത്മീകളും. അവിടെയും പ്രയോറിറ്റിയാണ്, പ്രിഫറൻസാണ് നൽകുന്നത് എന്ന കാര്യം കൂടെ ഞാൻ പറയാം. ആ നിയമത്തെ 1975 മുതൽ 2004 വരെ ആ നിയമം പഞ്ചാബിൽ നടപ്പിലാക്കിക്കൊണ്ടേയിരുന്നു. ആരും അതിനെ എതിർത്തില്ല, ചോദ്യം ചെയ്തില്ല. എന്നാൽ 2004 ഒരു സുപ്രീം കോടതി വിധിയുണ്ടായി. ഇവിടെ അഡ്വക്കേറ്റ് സുനിൽ സി കുട്ടപ്പൻ ആ വിധിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞു. EV ചിന്നയ്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്. ആ സുപ്രീം കോടതി വിധി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, ആ സുപ്രീം കോടതി വിധി മുന്നോട്ട് വെച്ച നിയമപരമായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ആരോ ഒരാൾ, ദേവീന്ദർ സിംഗ് ഒരു വ്യക്തി, ഈ നിയമത്തെ 1975 മുതൽ പഞ്ചാബിൽ നിലനിന്ന നിയമത്തെ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു. പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തപ്പോൾ എന്ത് ചെയ്തു? EV ചിന്നയ്യ കേസിൻ്റെ ബലത്തിൽ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ആ നിയമം റദ്ദാക്കി. അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. ആ വിധി വന്നത് 25/7/2006 2006 ആ വിധി വരുന്നത്. ആ വിധി വന്നതിന് ശേഷം 3 മാസങ്ങൾക്കകം പഞ്ചാബ് നിയമസഭ ഒരു നിയമം പാസാക്കി. റദ്ദാക്കപ്പെട്ട, ഭരണഘടനാ വിരുദ്ധമാണെന്ന് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി പറഞ്ഞ ആ ഗവൺമെൻറ് ഉത്തരവിൻ്റെ അതേ മാതൃകയിൽ, അതേ ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് പഞ്ചാബ് നിയമസഭ ഒരു നിയമം പാസാക്കി. ആ നിയമം പാസാക്കിയത് 3 മാസത്തിന് ശേഷമാണ്. 5/10/2006 ആ നിയമം പാസാക്കി. ആ നിയമത്തെയും പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി 2010 ആ നിയമവും ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. ഈ നടപടി ഉണ്ടായത്, പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയുടെ ഈ വിധിന്യായം അടിസ്ഥാനമാക്കിയത് 2004 EV ചിന്നയ്യ കേസിൻ്റെ ഡിക്റ്റം, അല്ലെങ്കിൽ EV ചിന്നയ്യ കേസ് മുന്നോട്ട് വെച്ച അഭിപ്രായത്തെ ഊന്നി നിന്നുകൊണ്ടാണ് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ഈ നിയമങ്ങൾ റദ്ദാക്കിയത്. അങ്ങനെ 2010 പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി റദ്ദാക്കിയ നിയമത്തിനെതിരെ, ആ വിധിക്കെതിരെയാണ് ദേവീന്ദർ സിംഗ്, സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് സംസ്ഥാനം സുപ്രീം കോടതിയിൽ അപ്പീലുമായിട്ട് വരുന്നത്. 2010 അപ്പീലുമായിട്ട് വന്നു. നമുക്കറിയാം, ഈ സുപ്രീം കോടതിയിൽ സിംഗിൾ ബെഞ്ചില്ല, ഒള്ളി ഡിവിഷൻ ബെഞ്ചേ ഉള്ളൂ. ഒന്നിൽ 2 അല്ലെങ്കിൽ 3 ജഡ്ജിമാരടങ്ങുന്ന ഒരു പാനലിൻ്റെ മുമ്പിലാണ് ആദ്യം അത് വരുന്നത്. 3 ജഡ്ജിമാരടങ്ങുന്ന ഒരു പാനലിൻ്റെ മുന്നിൽ ആദ്യം അത് വന്നു. ആ 3 ജഡ്ജിമാരുടെ പാനൽ ആ കേസിൽ വാദം കേട്ടതിന് ശേഷം, ആ കേസിൽ അവരുടെ അഭിപ്രായം കേട്ടതിന് ശേഷം, കാരണം അഡ്വക്കേറ്റ് സുനിൽ സി കുട്ടപ്പൻ അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ സമയത്ത് അദ്ദേഹം അതിലൊരു ജുഡീഷ്യൽ ഗൂഢാലോചനയുണ്ട് എന്ന നിലയിൽ പറഞ്ഞു. അദ്ദേഹം ആ നിലയിലൊരു അഭിപ്രായം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഒരു ജുഡീഷ്യൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറയാൻ കഴിയില്ല. കാരണം സ്വാഭാവികമായും 3-അംഗ ബെഞ്ചിൻ്റെ മുമ്പിൽ വന്നു. 3-അംഗ ബെഞ്ച് ഇത് EV ചിന്നയ്യ തെറ്റാണെന്നോ അത് ശരിയല്ലെന്നോ പറയുമെന്നോ മുൻവിധിയൊന്നും ആർക്കുമില്ലല്ലോ. 3 പേരും ഒരുമിച്ചൊരൊറ്റ സ്വരത്തിൽ പറഞ്ഞു, EV ചിന്നയ്യ റീവിസിറ്റ് ചെയ്യപ്പെടണം. ഞങ്ങൾക്ക് EV ചിന്നയ്യ ശരിയാണ് എന്ന ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ ഒരു വിധി പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇവരെന്ത് ചെയ്തു? റഫർ ചെയ്തു. നമ്മുടെ തന്നെ ഭരണഘടന തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്ററിനെ സംബന്ധിച്ച്, ഭരണഘടനാപരമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് തീർപ്പാക്കാൻ ഒരു സുപ്രീം കോടതിയിലെ 5 ജഡ്ജിമാരടങ്ങുന്ന ഒരു ബെഞ്ചിന് മാത്രമേ കഴിയൂ. കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച്, ഭരണഘടനാ ബെഞ്ച് എന്ന് പറയുമ്പോൾ അത് 5 ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ചാണ്. അങ്ങനെയാണ് അത് 5 ജഡ്ജിമാരുടെ ബെഞ്ചിലേക്ക് വിടുന്നു. 5 ജഡ്ജിമാരും അത് വിശദമായി വാദം കേൾക്കുന്നു. വാദം കേട്ടതിന് ശേഷം 2020
ഓഗസ്റ്റ് മാസം 27-ാം തീയതി 5 ജഡ്ജിമാരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഒരു വിധി പ്രസ്താവം നടത്തുന്നു. ആ വിധി പ്രസ്താവത്തിൽ അവർ പറയുന്നു EV ചിന്നയ്യ ശരിയായ നിയമമല്ല, തെറ്റാണ്, അതുകൊണ്ട് അത് പുനഃപരിശോധിക്കണം, റീവിസിറ്റ് ചെയ്യപ്പെടണം. പക്ഷേ ഞങ്ങൾ 5 പേരായതുകൊണ്ട് ഞങ്ങൾ അതിന് മുതിരുന്നില്ല, ഒരു ലാർജർ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് 2020 ഓഗസ്റ്റ് 27-ാം തീയതി ഈ 5 ജഡ്ജിമാരുടെ ബെഞ്ച് ഈ കേസ് 7-അംഗ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വിടും. അങ്ങനെയാണ് 7-അംഗ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് ഇത് വരുന്നത്. 2024 ഓഗസ്റ്റ് 1-ാം തീയതിയിലെ വിധിന്യായം പുറത്തു വരുന്നതും ഇതാണ് അതിൻ്റെ നാൾവഴി. 2024 ഓഗസ്റ്റ് 1-ാം തീയതിയിൽ സുപ്രീം കോടതിയിലെ 7-അംഗ ബെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഇത് വരുമ്പോൾ വേറെ 2 നിയമങ്ങൾ കൂടി ഇതിനോടൊപ്പം വന്നു ചേരുന്നുണ്ട്. 1 ഹരിയാനയിലെ നിയമം, 2 തമിഴ്നാട്ടിലെ നിയമം, 3 ഈ 2 നിയമങ്ങളൂടെ വരുന്നുണ്ട്. ഓൾറെഡി ആന്ധ്ര നിയമങ്ങൾ പരിഗണിക്കപ്പെട്ടല്ലോ. അങ്ങനെ 3 നിയമങ്ങളുടെ, നോക്കണേ, നിങ്ങൾ ഓർക്കേണ്ടത് 3 സംസ്ഥാന നിയമങ്ങളുടെ ഭരണഘടനാ സാധുതയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയാണ് സുപ്രീം കോടതി പരിശോധിക്കുന്നത്. കേന്ദ്ര നിയമത്തിൻ്റെ അല്ല, മറിച്ച് സംസ്ഥാന നിയമങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയാണ് സുപ്രീം കോടതിയുടെ 7-അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുന്നത്. ഹരിയാന നിയമം 1994 ഉണ്ടായതാണ്. ഒരു കാര്യം കൂടെ ഞാൻ രാഷ്ട്രീയമായി പറഞ്ഞു പോട്ടെ. 1975 പഞ്ചാബിൽ ഈ നിയമം ഉണ്ടാക്കുമ്പോൾ ഈ ഉപസംവരണ സംബന്ധമായ ഗവൺമെൻറ് ഉത്തരവ് പുറത്തിറക്കുന്നത് ഗ്യാനി സെയിൽ സിംഗ്, നമ്മുടെ മുൻ രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗ് പഞ്ചാബിലെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. 2006 ഈ ഓർഡർ റദ്ദാക്കി പുതിയ നിയമം പഞ്ചാബ് ലെജിസ്ലേച്ചർ പാസ്സാക്കുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവായ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ആണ്. 94 ഹരിയാനയിൽ ഉപസംവരണ സംബന്ധമായ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുമ്പോൾ അവിടുത്തെ നേതാവ്, അവിടുത്തെ മുഖ്യമന്ത്രി ഭജൻലാലാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ്. പിന്നീട് 2009 തമിഴ്നാട്ടിലെ നിയമം ഉണ്ടാകുന്നത്. തമിഴ്നാട്ടിലെ നിയമം ഉണ്ടാകുമ്പോൾ അവിടെ ഗവൺമെൻറ് നേതൃത്വം കൊടുത്തത് DMK സർക്കാരാണ്. കരുണാനിധിയാണ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി. കോൺഗ്രസ് അതിലൊരു ഘടകകക്ഷിയാണ്. കോൺഗ്രസ് മാത്രമല്ല, VCKയും ഒരു ഘടകകക്ഷിയാണ്. കാരണം ഞാനിത് പറയാൻ കാരണം, കേരളത്തിൽ ഉപസംവരണത്തെ എതിർക്കുന്നൊരു നിലപാടാണ് VCK സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഉപസംവരണത്തിന് അനുകൂലമായ നിലപാടാണ് തമിഴ്നാട്ടിൽ VCK തീരുമാനിച്ചത് എന്ന വിരോധാഭാസം നിങ്ങളുടെ മുന്നിൽ ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ 3 നിയമങ്ങൾ, പഞ്ചാബിലെ നിയമം, ഹരിയാനയിലെ നിയമം, തമിഴ്നാട്ടിലെ നിയമം, 2009 തമിഴ്നാട്ടിലെ നിയമം, ഈ 3 നിയമങ്ങളാണ്, അതിൻ്റെ ഭരണഘടനാ സാധുതയാണ് സുപ്രീം കോടതി പരിശോധിച്ചത്. മറ്റൊരു കാര്യം, ഉപസംവരണത്തെ എതിർക്കുന്ന, അല്ലെങ്കിൽ സുപ്രീം കോടതി ഉപസംവരണം എന്ന് പറയുന്നില്ല, സുപ്രീം കോടതി വിധിയെ എതിർക്കുന്ന, ഓഗസ്റ്റ് 1 സുപ്രീം കോടതി എതിർക്കുന്ന ആളുകളെല്ലാം പറയുന്നൊരു പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ആവശ്യമായ ഡേറ്റ സുപ്രീം കോടതി പരിശോധിച്ചില്ല എന്ന് പറയും. അത് വസ്തുനിഷ്ഠമല്ല ആ അഭിപ്രായം. കാരണം, ഞാനതിൻ്റെ കാരണം വ്യക്തമാക്കാം. കാരണം ആന്ധ്രാപ്രദേശിൽ ഈ നിയമം ഉണ്ടാകുന്നത് 2000-ലാണ്. ആന്ധ്രാപ്രദേശിലെ നിയമം ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനമായിരുന്നില്ല. ഇപ്പോഴത്തെ സുപ്രീം കോടതി EV ചിന്നയ്യയിലാണ് ആന്ധ്രാപ്രദേശിലെ നിയമത്തിൻ്റെ സാധുത പരിശോധിക്കപ്പെട്ടത്. ആന്ധ്രാപ്രദേശിൽ ജസ്റ്റിസ് രാമചന്ദ്ര രാജു കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമമുണ്ടായത്. ഹരിയാനയിൽ നിയമമുണ്ടായത് ജസ്റ്റിസ് ഗുർനാം സിംഗ് കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. പഞ്ചാബിൽ നിയമമുണ്ടായത് ജസ്റ്റിസ് RN പ്രസാദ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. തമിഴ്നാട്ടിൽ നിയമമുണ്ടായത് ജസ്റ്റിസ് ജനാർദ്ദനൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവരെല്ലാം ജുഡീഷ്യൽ കമ്മീഷനുകളാണ്. കമ്മീഷനുകളെ നിയമിക്കുന്നതിൽ രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട് എന്ന് അഡ്വക്കേറ്റ് സുനിൽ C. കുട്ടപ്പൻ ആരോപിച്ചിരുന്നു. ആരെയെങ്കിലും നമുക്ക് നിയമിക്കണ്ടേ? അതിലും നമ്മൾ ആരോപണം ഉന്നയിച്ചാൽ there will not be any end for that. ൾക്കിടയിലുള്ള ചില ജാതി വിഭാഗങ്ങൾ, ചില സമുദായങ്ങൾക്ക് മാത്രമാണ് സംവരണത്തിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് എന്ന നിലയിലുള്ള വിമർശനം ഇന്ത്യ രാജ്യത്ത് ഉയരുന്നത് ആദ്യമായിട്ടല്ല. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പോലും ആ അഭിപ്രായം ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ജസ്റ്റിസ് അല്ല, മഹാവീർ ത്യാഗി എന്ന് പറയുന്നൊരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുള്ളി ഇപ്പോഴത്തെ ജാർഖണ്ഡ് സംസ്ഥാനത്തിലുള്ള ഒരാളാണ്, കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാളാണ് മഹാവീർ ത്യാഗി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പറഞ്ഞൊരു അഭിപ്രായം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. അദ്ദേഹം അത് പറഞ്ഞത് ഓഗസ്റ്റ് 24, 1949 നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ്സ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും, അവിടെ പരാമർശം കാണാൻ പറ്റും. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അറൗണ്ട് 400 കമ്മ്യൂണിറ്റീസ് ദാറ്റ് വർ കൺസിഡേർഡ് ടു ബി ഇൻ SC
only 2 or 3 communities are taking advantages of the seats reserved for scheduled caste. 400-ലധികം സമുദായങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാക്ക് ഞാൻ അതുപോലെ തന്നെ പറയുകയാണ്, 400-ലധികം സമുദായങ്ങൾ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും സംവരണത്തിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് 2-3 സമുദായങ്ങൾക്ക് മാത്രമാണ് എന്ന അഭിപ്രായം ഭരണഘടനാ നിർമ്മാണ സഭയിൽ തന്നെയുണ്ട്. ബാബാസാഹേബ് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടന പൈലറ്റ് ചെയ്യുന്ന സമയത്ത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ തന്നെ ഈ അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട് എന്ന കാര്യമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചത്. എന്ന് പറഞ്ഞാൽ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമല്ല. ഭരണഘടന രൂപീകരിക്കപ്പെടുന്ന ഘട്ടം മുതൽ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ ചില വിഭാഗങ്ങൾക്ക് മാത്രമാണ് സംവരണത്തിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് എന്ന നിലയിലുള്ള അഭിപ്രായം ഭരണഘടനാ ശില്പികളിൽ നിന്ന് തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഇത് നിയമത്തിൻ്റെ കണ്ണിലൂടെ പരിശോധിച്ചാലും ആദ്യമായിട്ടല്ല ഈ നിലയിലൊരു അഭിപ്രായം പറയുന്നത്. കേരളത്തിൻ്റെ അഭിമാനമായ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അദ്ദേഹം തീർപ്പാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു കേസുണ്ട്, NM തോമസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. NM തോമസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത് കേരളത്തിലെ KSSRുമായി ബന്ധപ്പെട്ടതാണ്, കേരള സർവീസ് സബോർഡിനേറ്റ് സർവീസ് റൂൾസുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ 13A എന്ന് പറയുന്നൊരു വകുപ്പ് കൂടുതലായി ചേർത്തു. പട്ടികജാതിക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവിടെ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞ് 2 വർഷത്തിനകം ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് എഴുതി പാസ്സാകണം എന്ന് പറയുന്നൊരു വ്യവസ്ഥയുണ്ടല്ലോ. അതിനൊരു ഒരു ഒരു നിയന്ത്രണം ഇല്ല. 2 വർഷം എന്ന് പറയുന്ന നിയന്ത്രണം പട്ടികജാതിക്കാരായ ഉദ്യോഗസ്ഥന്മാർക്ക് എടുത്തു കളഞ്ഞുകൊണ്ട് 13A KSSRലേക്ക് കൂട്ടിച്ചേർത്തു. അതിനെ ഒരാൾ ചോദ്യം ചെയ്തു, അത് സുപ്രീം കോടതിയിൽ പോയി. ആ കേസിൽ വിധി എഴുതിയ ബഹുമാന്യനായ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, അദ്ദേഹമാണ് ഈ ക്രീമി ലെയർ എന്ന് പറയുന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ്. ആ കേസിലാണ് ആദ്യമായി ക്രീമി ലെയർ എന്ന് പറയുന്ന വാക്ക് തന്നെ 1976 NM തോമസ് കേസ് ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. 76 ജസ്റ്റിസ് VR കൃഷ്ണയ്യർ തന്നെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ രസകരമാണ്. അന്ന് അദ്ദേഹം ഉപയോഗിച്ചത് പക്ഷേ ഹരിജൻ എന്ന് പറയുന്ന വാക്കാണ്. തീർച്ചയായിട്ടും അതിനോട് വലിയ ഒബ്ജക്ഷൻസ് നമുക്ക് മുന്നോട്ട് വെക്കാനുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NM തോമസ് കേസിൽ പറഞ്ഞത്, എ ടൈനി എലൈറ്റ് ഗോബ്ലിംഗ് അപ്പ് ദ ബെനിഫിറ്റ്സ് ആൻഡ് ദ ഡാർക്കർ ലെയേഴ്സ് സ്ലീപ്പിംഗ് ഡിസ്റ്റൻസ് എവേ ഫ്രം സ്പെഷ്യൽ കൺസെഷൻസ്. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഹയർ ഹരിജൻസ് എന്നാണ്. ഹയർ ഹരിജൻസ് എന്ന് പറയുന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ക്രീമിലർ എന്ന വാക്കല്ല അവിടെ. ക്രീമിലർ എന്ന് പറഞ്ഞൊരു വാക്ക് ഇവിടെയാണ് നമുക്ക് ആദ്യമായി കാണാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു വന്നൊരു പ്രധാനപ്പെട്ട കാര്യം, പട്ടികജാതിയിലെ ജാതികളിൽ, പട്ടികജാതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ജാതികളിൽ ചില ജാതികൾക്ക് മാത്രമാണ് സംവരണത്തിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് എന്ന വിമർശനം പുതിയ കാര്യമല്ല. നമ്മളതിനെ സംബന്ധിച്ച് ബോധവാന്മാരായത് 2024 ഓഗസ്റ്റ് 1 സുപ്രീം കോടതി വിധി വന്നതുകൊണ്ടാണ് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. സത്യത്തിൽ ഭരണഘടനാ നിർമ്മാണ സഭ മുതൽ തന്നെ ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നുണ്ട് എന്ന കാര്യമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വന്നത്. നിങ്ങൾക്കൊരു തീരുമാനത്തിൽ ഞാൻ പറയുന്നതെല്ലാം 100% ശരിയാണെന്ന് നിങ്ങൾ ആരും അംഗീകരിക്കണമെന്നൊരു നിർബന്ധ ബുദ്ധിയും എനിക്കില്ല. അങ്ങനെ പാടില്ല. നിങ്ങളുടെ വിവേചന ബുദ്ധിയിലും യുക്തിയിലും നിങ്ങളുടെ പരിശോധനയിലും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണമെന്ന് മാത്രമാണ് ഈ വിഷയത്തിലുള്ള എൻ്റെ അഭിപ്രായം. മാത്രമല്ല, കേരളത്തിൽ ഉപസംവരണത്തെ സംബന്ധിച്ചൊരു റിപ്പോർട്ട് ഉണ്ട് എന്ന കാര്യം എത്ര പേർക്കറിയാം? ബാബു വിജയനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് 1979. കല്ലട നാരായണൻ എന്ന് പറയുന്ന ഒരു MLA കുറിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം സിദ്ധനർ സമുദായത്തിൽപ്പെട്ടയാളാണ്, കുറവ സമുദായത്തിൽപ്പെട്ടയാളാണ്. അദ്ദേഹം കേരളത്തിൻ്റെ നിയമസഭയിൽ ഈ പ്രശ്നം ഉന്നയിച്ചു. പട്ടികജാതി സംവരണത്തിൻ്റെ പ്രയോജനം പട്ടികജാതി ലിസ്റ്റിലെ ചില ജാതികൾ മാത്രമാണ് കിട്ടുന്നത്, ബാക്കിയുള്ള ജാതികൾക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് സബ് കാറ്റഗറൈസേഷൻ വേണമെന്നൊരു വാദം കല്ലട നാരായണൻ MLA കേരളത്തിൻ്റെ നിയമസഭയിൽ ഉന്നയിക്കുകയും അന്ന് AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ബാബു വിജയനാഥൻ കമ്മീഷനെ, ബാബു വിജയനാഥൻ TK മാധവൻ്റെ മകനാണ് ബാബു വിജയനാഥൻ IAS, അങ്ങനെ ബാബു വിജയനാഥൻ കമ്മീഷനെ നിയമിക്കുകയും ബാബു വിജയനാഥൻ കമ്മീഷൻ പഠനം നടത്തുകയും അന്ന് അദ്ദേഹം പറഞ്ഞത് ആകെയുള്ള പട്ടികജാതിക്കാർ 48 ജാതികളുണ്ടെങ്കിൽ അതിൽ 10-15 ജാതികൾക്ക് മാത്രമേ സംവരണത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നുള്ളൂ, മഹാഭൂരിപക്ഷം വരുന്ന ജാതികൾക്കും സംവരണത്തിൻ്റെ ടേസ്റ്റ് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നൊരു പോയിന്റ് ഇത് മാത്രമാണ്. ഉപസംവരണം, സബ് ക്ലാസിഫിക്കേഷൻ, പല പേരുകളിൽ അത് വിളിക്കുന്നുണ്ട്. സബ് കോട്ട എന്ന് വിളിക്കുന്നുണ്ട്, സബ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നുണ്ട്, ഉപസംവരണം എന്ന് വിളിക്കുന്നുണ്ട്, അങ്ങനെ പല പേരുകളിൽ വിളിക്കപ്പെടുന്നുണ്ട് എന്നുള്ള വസ്തുത വിസ്മരിക്കുന്നില്ല. പക്ഷേ ഇതൊരു പുതിയ കാര്യമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വസ്തുതകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ സുപ്രീം കോടതി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സുപ്രീം കോടതി ഈ 3 സംസ്ഥാനങ്ങളിൽ എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? ആന്ധ്രാപ്രദേശിൽ എന്താ സംഭവിച്ചത്? തമിഴ്നാട്, നമുക്ക് തമിഴ്നാട് തന്നെ എടുക്കാം. വളരെ ക്ലാസിക്കൽ, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ
തമിഴ്നാട്ടിലെ ഉദാഹരണം തന്നെ എടുക്കാം നമുക്ക്. ആ നിയമം കൂടി നമ്മൾ പരിശോധിക്കണം. തമിഴ്നാട് സംസ്ഥാന സർക്കാർ പാസാക്കിയ നിയമം എത്തരത്തിലുള്ളതായിരുന്നു, അതെങ്ങനെയാണ് നമുക്ക് ദോഷകരമായി ബാധിക്കുന്നത് എന്നതുകൂടി നമ്മൾ പരിശോധിച്ചുകൊണ്ട് വേണം പോകാൻ. 2009 നിയമം എന്താണ്? ഈ നിയമങ്ങളുടെ എല്ലാം അന്തസത്ത, ഈ കമ്മീഷനുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കമ്മീഷനുകളെല്ലാം ഈ സംസ്ഥാനങ്ങളിൽ പഠനം നടത്തിയതിനു ശേഷം അവർ കണ്ടെത്തിയ ഒരു കണ്ടെത്തലുണ്ട്. എന്താണ് അവർ കണ്ടെത്തിയത്? പട്ടികജാതിയിൽ ഒരുപാട് ജാതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ചില ജാതികൾക്ക് മാത്രമേ സംവരണത്തിൻ്റെ പ്രയോജനം കിട്ടിയിട്ടുള്ളൂ. ചില ജാതികൾക്ക് സംവരണത്തിൻ്റെ പ്രയോജനം ഒട്ടും തന്നെ കിട്ടിയിട്ടില്ല. വസ്തുതയാണത്. ദറ്റ് ഈസ് എ ഫാക്ട്. അത് കമ്മീഷനുകൾ കണ്ടെത്തിയ ഡേറ്റയാണ്. ആ സംസ്ഥാനങ്ങളിൽ പഠിച്ച കമ്മീഷനുകൾ കണ്ടെത്തിയ ഡേറ്റയാണ്. തമിഴ്നാട്ടിൽ എന്ത് ചെയ്തു? ഒരു അരുന്ധതിയാർ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീട്ടംകോരികളായിരുന്ന ഒരു സമുദായമാണ് അരുന്ധതിയാർസ്. അവിടുത്തെ പ്രബലമായ 3 സമുദായങ്ങളിൽ ഒരു സമുദായമാണ്. ഒരു സമുദായം പറയ സമുദായമാണ്, മറ്റൊരു സമുദായം പള്ളരാണ്, മൂന്നാമത്തെ ജനസംഖ്യ കൊണ്ട് വളരെ പ്രബലമായൊരു സമുദായമാണ് അരുന്ധതിയാർ എന്ന് പറയുന്ന വിഭാഗം. ആ അരുന്ധതിയാറുടെ ഡിമാൻഡാണ് സബ് കാറ്റഗറൈസേഷൻ വേണം, സബ് ക്ലാസിഫിക്കേഷൻ വേണം, പട്ടികജാതി സംവരണം വീതം ഞങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കത്തക്ക നിലയിൽ സ്റ്റേറ്റ് ഇടപെടണമെന്നുള്ളത്. അങ്ങനെയാണ് 2009 ഈ നിയമം പാസ്സാക്കുന്നത്. നിങ്ങൾ ഓർക്കണം, അവരെന്ത് ചെയ്തു? ആകെ തമിഴ്നാട്ടിലുള്ള പട്ടികജാതി സംവരണം എന്ന് പറയുന്നത് 18%. 18%-ൽ 3% അരുന്ധതിയാർ വിഭാഗത്തിന് വേണ്ടി മാറ്റിവെച്ചു. അരുന്ധതിയാർ എന്താണ് എന്ന് ഈ നിയമത്തിൻ്റെ 2ാം ഉപവകുപ്പിൽ നിർവചിക്കുന്നുണ്ട്. ഹൂ ഈസ് ആൻ അരുന്ധതിയാർ എന്ന്. എന്താണ് പറയുന്നത്? അരുന്ധതിയാർസ് മീൻസ് ദ കാസ്റ്റ് അരുന്ധതിയാർ, ചക്ലിയൻ, മദാരി, മാദിക, പഗാടി, തോട്ടി, ആദിയാന്ധ്ര. 7 സമുദായങ്ങളെയാണ് അരുന്ധതിയാർ ഗ്രൂപ്പായിട്ട് കണ്ടത്. ഒരാളെയല്ല, ഒരു ജാതിയല്ല, 7 ജാതികളെ അരുന്ധതിയാർ ഗ്രൂപ്പായിട്ട് കണ്ടതിന് ശേഷം ആ നിയമത്തിൽ 3%, 18-ൽ നിന്നും 3% സംവരണത്തിൻ്റെ പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രിഫറൻസ് ഈ അരുന്ധതിയാർക്ക് നൽകി. ഞാൻ പറഞ്ഞ വാക്ക് ഇവിടെയാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. പ്രയോറിറ്റി പ്രിഫറൻസ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ നോക്കൂ. സെക്ഷൻ 5 ഈ നിയമത്തിലെ 5ാം വകുപ്പ് പറയുന്നത് എന്താണ്? Even after filling up the required percentage of reservation for Arundhadiyas on preferential basis, such excess number of candidates of Arundhadiyas shall be entitled to compete with scheduled caste other than Arundhadiyas in the intersame merit among them. എന്ന് പറഞ്ഞാൽ 3% സംവരണമാണ് അരുന്ധതിയാർക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നത്. ആ അരുന്ധതിയാർ 3%-ൻ്റെ അകത്ത് മത്സരിക്കുമ്പോൾ കൂടുതൽ അരുന്ധതിയാർ കാൻഡിഡേറ്റ്സ് യോഗ്യരുള്ളവരാണെങ്കിൽ അവർക്ക് 15%-ൽ കയറി മത്സരിക്കാം എന്നാണ് നിയമത്തിൻ്റെ 5ാം ഉപവകുപ്പ് പറയുന്നത്. 6ാം ഉപവകുപ്പ് പറയുന്നത് എന്താണ്? Where seats, appointments or posts reserved for Arundhadiyas remained unfilled for want of adequate number of qualified candidates, it shall be filled up by candidates scheduled caste other than Arundhadiyas. എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന 3%-ൽ മതിയായ യോഗ്യതയുള്ള അരുന്ധതിയാർ കാൻഡിഡേറ്റ് ഇല്ലെങ്കിൽ ബാക്കി പട്ടികജാതിക്കാർക്ക് ഇവിടെയും കയറാം എന്ന് പറഞ്ഞാൽ വാതിലുകൾ തുറന്നിട്ട നിലയിലാണ് നിയമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഈ പഞ്ചാബിലെ നിയമം, ഹരിയാനയിലെ നിയമം, ആന്ധ്രയിലെ നിയമം ഒക്കെ നിങ്ങൾ പരിശോധിച്ചാലും പ്രിഫറൻസാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്, പ്രയോറിറ്റിയാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ പട്ടികയിലുള്ള ഏതെങ്കിലും ഒരു ജാതിക്ക് മാത്രമായി ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ ജഡ്ജ്മെൻറ്റിൽ അത് പ്രത്യേകം എടുത്തു പറയുന്നുമുണ്ട്. ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഉപസംവരണ സംബന്ധമായ നിയമങ്ങൾ നടപ്പിലാക്കാനായി പാസ്സാക്കാനായി മുന്നോട്ട് വന്നാൽ ഏതെങ്കിലും ഒരു ജാതിക്ക് മാത്രമായി സംവരണം പരിമിതപ്പെടുത്തുന്ന നിലയിലാണ് നിയമമെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കേണ്ടി വരും എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ നിയമങ്ങളിലൊന്നും തന്നെ നിലവിൽ ഇതിനോടകം 4 സംസ്ഥാനങ്ങളിലാണ് ഉപസംവരണ സംബന്ധമായ നിയമങ്ങൾ പാസ്സാക്കിയിട്ടുള്ളത്. ഈ 4 സംസ്ഥാനങ്ങളിലും പ്രിഫറൻസ് അല്ലെങ്കിൽ പ്രയോറിറ്റിയാണ് ചില സമുദായങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഒരു പട്ടികജാതി സമുദായം, പട്ടികയിൽപ്പെട്ട ഒരു ജാതികൾക്കും അതിനകത്തേക്ക് പ്രവേശനമോ അകത്തേക്കോ പുറത്തേക്കോ പ്രവേശനമോ കടന്നുവരവോ നിഷേധിക്കുന്ന നിയമങ്ങളല്ല ഈ 4 സംസ്ഥാനങ്ങളിലും പാസ്സാക്കിയിട്ടുള്ളത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ പറയുകയാണ്, ഡോക്ടർ മുകുന്ദൻ പറഞ്ഞൊരു അഭിപ്രായമുണ്ടല്ലോ, വിദ്യാഭ്യാസപരമായ യോഗ്യതയില്ലാത്തവരാണ് ഈ അതിദുർബല പ്രാക്തന ഗോത്ര വിഭാഗങ്ങൾ എന്ന് പറയുന്ന വിമർശനത്തിന് കഴമ്പില്ല. കാരണം പ്രായോഗികമായി ഉദാഹരണത്തിന് അതിദുർബല വിഭാഗത്തിൽ ഉദാഹരണത്തിന് ഒരു ഉപസംവരണം കേരളത്തിൽ വരികയാണെന്ന് വിചാരിക്കുക. അരുന്ധതിയാർക്ക് ഇപ്പോൾ നിയമം ഞാൻ വായിച്ചു 3% നീക്കിവെച്ചു. പക്ഷെ മതിയായ യോഗ്യതയുള്ള അരുന്ധതിയാർ ഇല്ല. മറ്റ് സമുദായങ്ങൾക്ക് പള്ളർക്കും പറയർക്കും ആ പോസ്റ്റുകൾ നേടാം, വേറെ ആർക്കും അത് കൊടുക്കാൻ പാടില്ല എന്ന് നിയമത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ
ഉപസംവരണ സംബന്ധമായ നിയമങ്ങൾ പട്ടികജാതിയിലെ ഏതെങ്കിലും ജാതികളുടെ അവസരങ്ങൾ നിഷേധിക്കുന്നില്ല, മറിച്ച് നൂറ്റാണ്ടുകളായി ചരിത്രപരമായ കാരണങ്ങളാൽ പ്രാതിനിധ്യം ലഭിക്കാതെ പോയ സമുദായങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ് ഈ നിയമങ്ങൾ ശ്രമിക്കുന്നത് എന്നതാണ് നിയമങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ എന്തിന് നമ്മൾ ഓഗസ്റ്റ് 1-ാം തീയതി സുപ്രീം കോടതി വിധി എതിർക്കണം? അതാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം. ഒരു സമുദായത്തിനും. രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്കറിയാം, സുപ്രീം കോടതി ഉപസംവരണ സംബന്ധമായ വിധി പറയുമ്പോൾ ഈ 3 സംസ്ഥാനങ്ങളുടെ നിയമങ്ങളുടെ ഭരണഘടനാ സാധുത ശരിവെക്കുകയാണ് ചെയ്തത്. സുപ്രീം കോടതി ഏതെങ്കിലും സംസ്ഥാനങ്ങളോട് പറഞ്ഞോ നിങ്ങൾ 3 മാസത്തിനകം 2 മാസത്തിനകം നിയമം പാസ്സാക്കിക്കൊള്ളണമെന്ന്? അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. നിയമങ്ങൾ നിങ്ങൾ ആരെങ്കിലും, അതൊക്കെ ജുഡീഷ്യൽ ഡിസിഷൻ അല്ല. പോളിസി മാറ്റർ ഹാവ് ടു ബി ഡിസൈഡഡ് ബൈ ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ്. ഓരോ സംസ്ഥാനങ്ങളോ കേന്ദ്രങ്ങളോ ആണ് നിയമങ്ങൾ പാസ്സാക്കേണ്ടത്. അതല്ലാതെ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിക്കോണമെന്നൊന്നും പറയാനൊന്നും സുപ്രീം കോടതിക്ക് അധികാരമില്ല. സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിട്ടുമില്ല, പറയുകയുമില്ല. കാരണം ഞാനത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഒരു വിധി പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങളുടെ എത്ര പേരുടെ ശ്രദ്ധയിൽ അത് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ക്രീമി ലെയറുമായി ബന്ധപ്പെട്ട് അത് മൈ ഇന്ത്യ എന്ന് പറയുന്ന പത്രത്തിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിൽ നിന്നാണ് ഈ കേസ് വന്നത്, സുപ്രീം കോടതിയിലേക്ക് വന്നത്. മധ്യപ്രദേശിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്തു. പട്ടികജാതിക്കാരനാണ് ഫയൽ ചെയ്തത്, വേറെ ആരുമല്ല, ഒരു പട്ടികജാതിക്കാരൻ. അദ്ദേഹത്തിൻ്റെ പേര്, ഒരു ക്ലർക്കാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പറയുന്നത് സന്തോഷ് മാളവിയ. സന്തോഷ് മാളവിയ എന്ന് പറയുന്ന ഒരു ടൈപ്പിസ്റ്റായ പട്ടികജാതിക്കാരൻ സുപ്രീം കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഓഗസ്റ്റ് 1-ാം തീയതിയിലെ സുപ്രീം കോടതി വിധിയിൽ ക്രീമി ലെയർ ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മധ്യപ്രദേശിലെ IAS-കാരുടെ IPS-കാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ മക്കളെ മുഴുവൻ സംവരണത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതി പറഞ്ഞ് ഇത് പറയുന്ന ജോലി ഞങ്ങളുടേതല്ല, ഇത് ചെയ്യുന്ന ജോലി ഞങ്ങളുടേതല്ല, അത് ചെയ്യേണ്ട ജോലി ആരാണ്? ലെജിസ്ലേച്ചറാണ്, സംസ്ഥാന നിയമസഭകളാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളാണ് ഇത് ചെയ്യേണ്ടത്. സുപ്രീം കോടതിയുടെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി ഇത് വളരെ ക്ലാസിക്കലായ ഒരു എക്സാമ്പിളാണ്. അനാവശ്യമായ നിലയിൽ, ആവശ്യമില്ലാത്ത നിലയിലുള്ള ഒരു 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 ദുരൂഹത അല്ലെങ്കിൽ ഒരു ഭയം ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഞങ്ങൾ അങ്ങനെ ആ നിലയിൽ അഭിപ്രായം പറയുന്നവർ. അതുകൊണ്ട് സുപ്രീം കോടതി ക്രീമി ലെയർ നടപ്പിലാക്കണമെന്നൊരു നിർദ്ദേശവും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ക്രീമി ലെയറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ക്രീമി ലെയറും ഉപസംവരണവും രണ്ട് കാര്യങ്ങളാണ്. ഓഗസ്റ്റ് 1-ാം തീയതിയിലെ സുപ്രീം കോടതി വിധിയിൽ ജനാർദ്ദന സാർ പറഞ്ഞതുപോലെ തന്നെ ഈ ക്രീമി ലെയർ എന്ന് പറയുന്ന ആശയം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കുണ്ടായിരുന്ന കാര്യമല്ല. ഓഗസ്റ്റ് 1-ാം തീയതിയിലെ സുപ്രീം കോടതി വിധി 4 ഇഷ്യൂസാണ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ആ 4 ഇഷ്യൂസിൽ ഒന്നുപോലും ക്രീമി ലെയർ സംബന്ധമായതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രീമി ലെയർ സംബന്ധമായ സുപ്രീം കോടതിയുടെ വിധിയെ നമ്മൾ പരിഗണിക്കേണ്ടതേ ഇല്ല. പരിഗണിക്കേണ്ടതേ ഇല്ല. മാത്രമല്ല, സുപ്രീം കോടതിയുടെ ക്രീമി ലെയറുമായി ബന്ധപ്പെട്ട വിധിയെ, ക്രീമി ലെയറുമായി ബന്ധപ്പെട്ട കാര്യമാണ് സുപ്രീം കോടതി വിധിയെ എതിർക്കാൻ നമുക്ക് അടിസ്ഥാനമാകുന്നെങ്കിൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് ബന്ധപ്പെട്ടവരോട്. ഇതാ എൻ്റെ കയ്യിലിരിക്കുന്നത് 2006 തീരുമാനിക്കപ്പെട്ട M. നാഗരാജ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന കേസാണ്. 2006 സുപ്രീം കോടതി വിധിയാണ്. 5-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയാണ്. ഈ 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ നിങ്ങൾ ഓർക്കണം, ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ് ജഡ്ജ്മെൻ്റ് എഴുതിയത്. ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ് M. നാഗരാജ കേസിൽ. ആ നാഗരാജ് കേസിൽ 5-അംഗ സുപ്രീം കോടതി പറഞ്ഞു പട്ടിക വിഭാഗ സംവരണത്തിൽ ക്രീമി ലെയർ ഏർപ്പെടുത്തണമെന്ന്. എന്തേ ആരും ഒന്നും പ്രതിഷേധിച്ചില്ല. M. നാഗരാജ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച്, ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ ഹെഡ് ചെയ്ത ഭരണഘടനാ ബെഞ്ച് പട്ടിക വിഭാഗ സംവരണത്തിൽ ക്രീമി ലെയർ ഏർപ്പെടുത്തണമെന്ന് 2006 പറഞ്ഞു. M. നാഗരാജ കേസിൽ. എന്തുകൊണ്ട് ആരും എതിർത്തില്ല? ആ നാഗരാജ കേസിനെ മുൻനിർത്തിക്കൊണ്ട് മറ്റൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടായി. ആ ജഡ്ജ്മെൻറ്റിൻ്റെ പേര് ജസ്റ്റിസ് ജർണൈൽ സിംഗ് വേഴ്സസ് ലക്ഷ്മി നരൈൻ ഗുപ്ത എന്ന് പറയുന്ന കേസാണ്. ആ കേസിലെ വിധിന്യായം പറഞ്ഞതും ഒരു 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ്. ആ കേസിലെ വിധിന്യായം ഉണ്ടായത് 2018 സെപ്റ്റംബർ 26-ാം തീയതിയാണ്. ആ കേസിലും പറഞ്ഞു, നാഗരാജ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ആവർത്തിച്ചു പറഞ്ഞു പട്ടിക വിഭാഗ സംവരണത്തിൽ ക്രീമി ലെയർ ഏർപ്പെടുത്തണമെന്ന് 2018. ആ കേസിലെ ജഡ്ജ്മെൻ്റ് എഴുതിയത് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വന്ന് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ സ്മാരക പ്രഭാഷണം നിർവഹിച്ച ജസ്റ്റിസ് രോഹിൻഡൻ നരിമാനാണ്. അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻ്റാണ്. 2018 ജർണൈൽ സിംഗ് കേസ്. 2018 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു പട്ടിക വിഭാഗ സംവരണത്തിൽ ക്രീമി ലെയർ ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പട്ടിക വിഭാഗ സംവരണത്തിൽ ക്രീമി ലെയർ ഏർപ്പെടുത്തണമെന്ന് പറയുന്ന കോടതി അഭിപ്രായത്തിന് 20 കൊല്ലത്തെ പഴക്കമുണ്ട്. 2024 ആദ്യമായിട്ടുണ്ടായതല്ല.
2024 സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത എന്താണ്, ബേസ് എന്താണ്? ചില സമുദായങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വന്നു, പ്രക്ഷോഭങ്ങൾ നയിച്ചു, പട്ടിക ഞാൻ പറഞ്ഞില്ലേ, ഭരണഘടനാ നിർമ്മാണ സഭയിൽ പോലും അത്തരം അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു എന്ന് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തി. 1980 മുതൽ ആന്ധ്രയിൽ മാദിഗ വിഭാഗം ജനസംഖ്യയിൽ ഭൂരിപക്ഷമാണ്. അവർ വലിയ പരാതിയുമായി മുന്നോട്ട് വന്നു. ഞങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം കിട്ടുന്നില്ല, ഞങ്ങൾ ജനസംഖ്യയിൽ വളരെ സിംഗിൾ ലാർജസ്റ്റ് ആണ് ഷെഡ്യൂൾ കാസ്റ്റിൽ, പക്ഷേ ഞങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം കിട്ടുന്നില്ല, അതുകൊണ്ട് സബ് കാറ്റഗറൈസേഷൻ വേണം, ഞങ്ങൾക്ക് പ്രയോറിറ്റി നിർണ്ണയിക്കണം, മുൻഗണന നിർണ്ണയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭത്തിൻ്റെ പാതയിൽ ഇറങ്ങിയത് പട്ടികജാതിക്കാരാണ്, വേറെ ആരുമല്ല. സർക്കാർ അടിച്ചേൽപ്പിച്ചതല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ജുഡീഷ്യറി കൊണ്ടുവച്ചതല്ല. അങ്ങനെ 80 നിങ്ങൾക്കറിയാം, 80കളിൽ ആന്ധ്രാപ്രദേശ് നിയമസഭയ്ക്കകത്തേക്ക് മാദിഗ ചെറുപ്പക്കാർ ഇഴച്ചു കയറി, നോട്ടീസുകൾ വിതരണം ചെയ്തു, മുദ്രാവാക്യം വിളിച്ചു, ഭയങ്കര ബഹളമുണ്ടാക്കി, അവരെ അറസ്റ്റ് ചെയ്തു. മാദിഗ ദണ്ഡോര സമിതി എന്ന് പറയുന്നൊരു പ്രസ്ഥാനം തന്നെ രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു ആന്ധ്രാപ്രദേശിൽ. അങ്ങനെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും, തമിഴ്നാട്ടിൽ അരുന്ധതിയാരുടെ നേതൃത്വത്തിലൊക്കെ സബ് കാറ്റഗറൈസേഷൻ വേണം, സബ് ക്ലാസിഫിക്കേഷൻ വേണമെന്ന ആവശ്യം ഉയർന്നു വന്നത് പ്രാതിനിധ്യം ലഭിക്കാതെ പോയ ഈ അതിദുർബല വിഭാഗങ്ങളിൽ നിന്നാണ്. ആ അതിദുർബല വിഭാഗങ്ങളുടെ ഡിമാൻഡിനെയാണ് ആ സംസ്ഥാന നിയമസഭകൾ അഡ്രസ്സ് ചെയ്തത്. അതിനകത്ത് എന്ത് പൊളിറ്റിക്സാണ് ഉള്ളത്? കേരളത്തിൽ അങ്ങനെ ഒരു വിജയനാഥൻ കമ്മീഷൻ വന്നു, പക്ഷേ അതിന് തുടർ നടപടി ഉണ്ടായില്ല, അതാണ് ഒരു വസ്തുത. പക്ഷെ തുടർ നടപടി ഉണ്ടായി, എങ്ങനെയാണെന്ന് കൂടി നിങ്ങൾ അറിയണം. കേരളത്തിൽ ഇപ്പം നമ്മുടെ മുന്നിൽ 2 ജനപ്രതിനിധികൾ ഇരിപ്പുണ്ട്. നിങ്ങൾക്കറിയാം, വികസന കാര്യത്തിൽ കേരളത്തിലെ സർക്കാർ 5 പട്ടികജാതികളെ അതിദുർബല സമുദായങ്ങളായി കണ്ടെത്തിയിട്ടുണ്ട്. ശരിയാണല്ലോ, 5 സമുദായങ്ങളെ. 1996-97 കാലഘട്ടം മുതൽ വികസന കാര്യത്തിൽ അതിദുർബല വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകിപ്പോരുന്നുണ്ട് കേരളത്തിൽ. നായാടി, കള്ളാടി, വേടൻ, ചക്കിളിയൻ, അരുന്ധതിയാണ് ഈ 5 സമുദായങ്ങൾ. പട്ടികജാതിക്കാരായ മറ്റുള്ളവർക്ക് 4 ലക്ഷം രൂപയാണ് വീട് വെക്കാൻ കൊടുക്കുന്നെങ്കിൽ ഇവർക്ക് 6 ലക്ഷം രൂപ കൊടുക്കും. പ്രത്യേക പരിഗണന നൽകിപ്പോയി. വികസന കാര്യത്തിൽ അതിദുർബല വൾണറബിൾ കമ്മ്യൂണിറ്റീസ് 2014-15 കേരളത്തിൻ്റെ പ്ലാനിംഗ് കമ്മീഷൻ ഒരു റിപ്പോർട്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഫോർ വൾണറബിൾ ഗ്രൂപ്പ്സ് എമംഗ് ദ ഷെഡ്യൂൾ കാസ്റ്റ് 2015 പ്ലാനിംഗ് കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. കേരളത്തിൽ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് പട്ടികജാതിക്കാർക്കിടയിലെ വൾണറബിൾ കമ്മ്യൂണിറ്റീസിനെ, കാസ്റ്റുകളെ. വികസന കാര്യത്തിൽ അവർക്ക് പ്രത്യേക പരിഗണന നൽകി പോരുന്നുണ്ട്. പട്ടികവർഗ വിഭാഗത്തിൽ അവരെ കണ്ടെത്തിയിരിക്കുന്നത് പ്രാക്തന ഗോത്ര വിഭാഗങ്ങളെന്നാണ്. അതിനെ സംബന്ധിച്ച സ്റ്റഡിയും റിപ്പോർട്ടും ഒക്കെ ഉണ്ട് ഗവൺമെൻറ്റിന് മുന്നിൽ. ഇതെല്ലാം ഇവിടെ ഉണ്ട്. ദിസ് ഈസ് എ ഫാക്ട്. അതുകൊണ്ട് സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത എന്താണ്? സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത എന്ന് പറയുന്നത് പ്രാതിനിധ്യം ലഭിക്കും. എന്താണ് ഞാൻ പറയട്ടെ, എനിക്ക് എൻ്റെ അഭിപ്രായം ഇത്, സമത്വം എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്നത് കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളമല്ല, ഒരു തടാകമല്ല, അത് ഒഴുകണം. എങ്ങനെ ഒഴുകണം? ക്യൂവിൽ അവസാനം നിൽക്കുന്നവൻ്റെ അടുക്കത്തെത്തുവരെ ഒഴുകണ്ടേ? അതല്ലേ സമത്വം? ഈ ആശയങ്ങളൊക്കെ മരിച്ചതാണോ? ഇന്നലകളിൽ ജീവിക്കുന്നതാണോ? നാളെയിലേക്ക് ഒഴുകേണ്ടതല്ലേ? തുല്യത എന്ന് പറയുന്ന ആശയം, അവസര സമത്വം എന്ന് പറയുന്ന ആശയം, എല്ലാവർക്കും അവസര സമത്വം ഉറപ്പ്. ബഹുമാന്യനായ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും അതിദുർബലമായ വിഭാഗങ്ങളിലേക്ക് എത്തണ്ടേ സമത്വം എന്ന് പറയുന്ന ആശയം? കോടതി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടില്ല, ഇക്വാലിറ്റി നോട്ട് എമംഗ് ഈക്വൽസ്. ഇക്വാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഇക്വാലിറ്റി എന്ന് ഞാൻ നേരത്തെ തന്നെ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, ഇക്വാലിറ്റി എന്ന് പറയുന്ന സങ്കല്പം 15:1 16:1 പറയുന്നത് എന്താണ്? ആരോടും വിവേചനം പാടില്ല. പക്ഷേ 15:4 16:4 പറയുന്ന വിവേചനമാകാം. എന്തുകൊണ്ട്? കാരണം ചില വിഭാഗങ്ങളോട് വിവേചനം, പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിലേ അവരെ നമുക്ക് തുല്യതയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും. അവരെ തുല്യതയിലേക്ക് ഉയർത്തണമെങ്കിൽ ഒരു കൈത്താങ് അവർക്ക് ആവശ്യമാണ്. ആ വിഭാഗങ്ങൾ പറയുന്നു, കേരളത്തിലെ വേടൻ പറയുന്നു, നമ്മളെല്ലാം പട്ടികജാതി പട്ടികവർഗക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വലിയ നിലയിലുള്ള ഇടപെടലുകൾ നടത്തുന്ന ആളുകളാണ്. എന്താണ് നിങ്ങൾക്കറിയാം? അടുക്കള മാന്തി ശവശരീരം അടക്കം ചെയ്തു പട്ടികജാതിക്കാർ. ആര്? വിച്ച് കമ്മ്യൂണിറ്റി? ഡു യു നോ ദം? കേരളത്തിലെ വേടർ സമുദായത്തിൽ നിന്നാണ് ഉള്ളത്. മറ്റൊരുത്തൻ്റെ മതിൽ പൊളിച്ചിട്ട് ആ മതിലിനടിയിൽ അടക്കം ചെയ്യുന്ന സമുദായം കേരളത്തിലെ വേടരാണ്. യു അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ട്. ആ ദുർബല വിഭാഗങ്ങളോട് നമ്മൾ ഏത് നിലയിലാണ് പെരുമാറേണ്ടത്? ഏത് നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത്, ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നതാണ്, കേരളത്തിലെ പ്രാതിനിധ്യം ഒട്ടും തന്നെ കിട്ടാത്ത വിഭാഗങ്ങൾ, മതിയായ പ്രാതിനിധ്യം കിട്ടാത്ത ജനവിഭാഗങ്ങളുണ്ട് കേരളത്തിൽ, ഇന്ത്യയിലുണ്ട്. ആ ജനവിഭാഗങ്ങളാണ് ഞങ്ങൾ കൂടി പരിഗണിക്കപ്പെടണം, ഞങ്ങളുടെ കൂടി ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടണമെന്ന് പറയുമ്പോൾ വികസന കാര്യത്തിലാകാം, വിദ്യാഭ്യാസത്തിലും ഉദ്യോഗത്തിനും ആകില്ല എന്ന് പറയുന്നത് നീതിയാണോ? നീതി എന്ന് പറയുന്നതിന് ഭരണഘടന തന്നെ പറയുന്നത് സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസിനെ കുറിച്ചാണ് പറയുന്നത്.
അതുകൊണ്ട് സുപ്രീം കോടതി വിധി ഈ കാര്യത്തിൽ ഏതെങ്കിലും നിലയിലുള്ള ഒരു കാര്യം തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ രാജ്യത്തെ സാധാരണക്കാരായ പ്രാതിനിധ്യം ലഭിക്കാതെ പോയ സമുദായങ്ങൾ, നിങ്ങൾ നോക്കൂ, ബാബാസാഹേബ് ഡോക്ടർ BR അംബേദ്കർ 1930 ഈ രാജ്യത്തെ പട്ടിക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചപ്പോൾ രണ്ട് അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. എന്താണ് അവർ പറഞ്ഞത്? അയ്യോ, ഇപ്പൊ പറയരുത്, ദേശീയ ഐക്യം തകരുമെന്ന്. ദേശീയ ഐക്യം തകരുമെന്ന്, നാഷണൽ യൂണിറ്റി ഇല്ലാതാകുമെന്നാണ് അന്ന് ദേശീയ നേതാക്കന്മാർ പറഞ്ഞത്. പട്ടിക വിഭാഗങ്ങളുടെ പ്രത്യേക പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ശ്രമിച്ചാൽ. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഗാന്ധി എന്താ പറഞ്ഞത്? ഹിന്ദു ഐക്യം തകരുമെന്നാണ് പറഞ്ഞത്. ഹിന്ദു ഐക്യം തകരുമെന്നാണ് പറഞ്ഞത്. ഈ രാജ്യത്തെ ഞാൻ യൂണിറ്റി പ്രീസപ്പോസസ് യൂണിഫോമിറ്റി. ദുർബലനും ശക്തനും തമ്മിലുള്ള ഐക്യത്തിൽ എപ്പോഴും ദുർബലൻ ചൂഷണം ചെയ്യപ്പെടുകയോ മാറ്റി നിർത്തപ്പെടുകയോ ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ അതിദുർബലമായ സമുദായങ്ങളെ ചേർത്ത് പിടിക്കണം, അവർക്ക് കോൺഫിഡൻസ് നൽകണം, ആത്മവിശ്വാസം നൽകണം. അവരുടെ പ്രാതിനിധ്യം കൂടി അധികാരത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഘടനയിൽ ഉറപ്പാക്കാൻ നമുക്ക് കഴിയട്ടെ. എന്നാലല്ലേ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മഹത്തായ ഭരണഘടന എല്ലാ പൗരന്മാർക്കും വാഗ്ദാനം ചെയ്യുന്ന നീതിയും സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും എന്ന് പറയുന്ന ആശയത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ആ നിലയിൽ എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഓഗസ്റ്റ് 1 നടത്തിയ വിധിന്യായത്തിലെ എല്ലാ വരികളും ശരിയാണെന്ന അഭിപ്രായമല്ല ഞാൻ പറഞ്ഞത്. പങ്കജ് മിത്തിനെ പോലുള്ള ആളുകളൊക്കെ വിവരദോഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ ജഡ്ജ്മെൻറ്റിനെ നമ്മൾ നോക്കിയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറയുന്നത് അവിടെയാണ് അത് നിൽക്കുന്നത്. ആ നിൽക്കുന്ന വിധിയെ ആ നിലയിൽ തന്നെ നമ്മൾ പരിഗണിക്കുകയും ആ നിലയിൽ തന്നെ അതിനകത്ത് അഭിപ്രായം പറയുകയും ചെയ്യണമെന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള അഭിപ്രായം എന്ന് പറയട്ടെ. മാത്രമല്ല ഒരു കാര്യം കൂടെ പറയട്ടെ. ജസ്റ്റിസ് DY ഡീമിങ് ഫിക്ഷനെ കുറിച്ച് അഡ്വക്കേറ്റ് സുനിൽ C. കുട്ടപ്പൻ പറഞ്ഞു. ഈ ഡീമിങ് ഫിക്ഷനെ കുറിച്ച് പറയുമ്പോഴാണ് ആർട്ടിക്കിൾ 341 വരുന്നത്. ഈ പട്ടികജാതിക്കാരെ സംബന്ധിച്ച് നമുക്കറിയാം, പട്ടികജാതി എന്ന് പറയുന്ന പ്രയോഗം ജന്മമെടുത്തത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലാണ്. അതിനു മുമ്പ് പട്ടികജാതിക്കാരെന്ന് പറയുന്ന വിഭാഗത്തെ വിശേഷിപ്പിച്ചിരുന്നത് ഡിപ്രസ്ഡ് ക്ലാസ് എന്ന് പറയുന്ന പ്രയോഗത്തിലൂടെ 1914 മുതൽ നമുക്കത് കാണാൻ കഴിയും. ഡിപ്രസ്ഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ അതിനകത്തേക്ക് അൺടച്ചബിൾസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിമിനൽ ട്രൈബ്സ്, വാണ്ടറിങ് ട്രൈബ്സ്, അബോറിജിനൽ ട്രൈബ്സ്, ഇവരെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഡിപ്രസ്ഡ് ക്ലാസ് എന്ന് പറയുന്ന ഒരു പ്രയോഗം മുന്നോട്ട് വെച്ചത്. പിന്നീടാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രയോഗം വരുന്നത്. ആ ഷെഡ്യൂൾഡ് കാസ്റ്റ് വന്നത് 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലാണെങ്കിൽ പിന്നീട് 1936 ഒരു ഷെഡ്യൂൾഡ് തന്നെ ഉണ്ടാവുന്നത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓർഡർ ഉണ്ടാവുന്നത്, ഷെഡ്യൂൾ കാസ്റ്റ് ഓർഡർ ഉണ്ടാവുന്നത് 1936. അതിലാണ് ആദ്യമായി ജാതികളുടെ ഒരു പട്ടികയൊക്കെ ഉണ്ടാകുന്നത്. ആ പട്ടികയെ പിൻപറ്റിക്കൊണ്ടാണ് 1950 പ്രസിഡന്റ് ഒരു പട്ടിക പുറപ്പെടുവിക്കുന്നത്. ഞാനതിൻ്റെ വിശദമായ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ പട്ടിക തയ്യാറാക്കുന്നതിനെക്കുറിച്ചുള്ള വ്യവസ്ഥയാണ് 341 342 ഉള്ളത്. 342A ഇപ്പോൾ ഉള്ളത്. അങ്ങനെ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, 341 പട്ടികജാതിയെ സംബന്ധിച്ച ലിസ്റ്റ് തയ്യാറാക്കുക, 342 പട്ടികവർഗത്തെ സംബന്ധിച്ചുള്ള ലിസ്റ്റ് തയ്യാറാക്കുക, 342A പിന്നോക്ക ജാതികളെ സംബന്ധിച്ച ലിസ്റ്റ് തയ്യാറാക്കുക. 3 ലിസ്റ്റുണ്ട്. 3 ലിസ്റ്റ്. ഇപ്പോൾ പുതിയൊരു ലിസ്റ്റ് കൂടെ വന്നു, EWS എന്ന് പറഞ്ഞ സാധനം കൂടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. നേരെ ഞാനതിലേക്ക് പോകുന്നില്ല, സമയം ഒരുപാട് എടുക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് 341 ഡീംഡ് എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ടെർമിനോളജിയാണ്. ഡീംഡ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ കണക്കാക്കപ്പെടുന്നു, കൺസിഡേർഡ് ടു ബി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ 366 24 25 പട്ടികജാതി പട്ടികവർഗക്കാരെ സംബന്ധിച്ച് നിർവചനത്തിൽ പറയുന്നത് നിങ്ങൾ 341 നോക്കണമെന്ന്. 341 2 വകുപ്പുകളുണ്ട്. 341(1), 341(2). 41(1) പറയുന്നത് സംസ്ഥാനങ്ങളുമായി കൂടിയാലോചിച്ച് സംസ്ഥാനങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ട് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുന്ന ഒരു ലിസ്റ്റ്, അതാണ് പട്ടികജാതി ലിസ്റ്റ്. സംസ്ഥാനങ്ങളുടെ ശുപാർശ കൂടി വേണം, എങ്കിലേ പറ്റൂ. ഇതാ എൻ്റെ കയ്യിൽ 2 നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, 2 ഗസറ്റ് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. 2014 2016 ചില ജാതികളെ പുതുതായി പട്ടികയിൽ ഉൾപ്പെടുത്തിയ ലിസ്റ്റാണ്. മണ്ണാൻ, വണ്ണാൻ, തിരുവണ്ണാനൊക്കെ ഉൾപ്പെടുത്തിയത്. തണ്ടാൻ എന്ന് പറയുന്ന ജാതിയെ സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുന്ന ലിസ്റ്റ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ നമ്മളറിയാതെ കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്ന കാര്യം ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു വന്നൊരു പ്രധാനപ്പെട്ട കാര്യം. 341 രണ്ടാം ഉപവകുപ്പിലാണ് പറയുന്നത് ഇൻക്ലൂഷൻ ഓർ എക്സ്ക്ലൂഷനെ സംബന്ധിച്ച് പറയുന്നത്. അതുകൊണ്ട് രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു? ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. 341(1) പ്രകാരം ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. ആ ലിസ്റ്റിൽ ഇടപെടാൻ ആർക്ക് മാത്രമേ അവകാശമുള്ളൂ?
പാർലമെൻറ്റിന് മാത്രമേ അവകാശമുള്ളൂ. എങ്ങനെ ഇടപെടുന്ന കാര്യമാണ് 341(2) പറയുന്നത്? ടു ഇൻക്ലൂഡ് ഇൻ ഓർ ടു എക്സ്ക്ലൂഡ്. ഏതെങ്കിലും ഒരു പുതിയ ജാതിയെ ഉൾപ്പെടുത്താനോ ഒരു ജാതിയെ ഒഴിവാക്കാനോ മാത്രമാണ് പാർലമെൻറ്റിന് അധികാരമുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഉപസംവരണ സംബന്ധമായ നിയമത്തിൽ പട്ടികജാതി ലിസ്റ്റിൽ ഏതെങ്കിലും നിലയിൽ ഏതെങ്കിലും പുതിയ ജാതി ഉൾപ്പെടുത്തുന്നുണ്ടോ? ഏതെങ്കിലും പുതിയ ജാതി ഒഴിവാക്കുന്നുണ്ടോ? ഇല്ല. പട്ടികജാതി ലിസ്റ്റിനെ ടച്ച് ചെയ്യുന്നതേ ഇല്ല. പട്ടികജാതി ലിസ്റ്റിൽ ആ ജാതിയിൽ തന്നെയുള്ള കൂടുതൽ പിന്നോക്കക്കാരാരാണ്, കൂടുതൽ അവസരങ്ങൾ വേണ്ടത് ആരാണ് എന്ന പരിശോധന സ്റ്റേറ്റ് നടത്തുന്നു. ആ പരിശോധന അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് എന്ത് ചെയ്തു? ചില ഉറപ്പുകൾ അവർക്ക് നൽകുന്നു. ഇത്രയേ ചെയ്യുന്നുള്ളൂ. ഇവിടെ എവിടെയാണ് അൺകോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഉള്ളത്? ഒരു തരത്തിലുമുള്ള ഡീംഡ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ ജാതികളെ എല്ലാം പിടിച്ചുവിടുന്നു. ഈ ജാതികളെ എല്ലാം പിടിച്ച് ഒരു കൊട്ടയ്ക്കകത്ത് പട്ടികജാതി എന്ന് പറയുന്ന ഒരു ലിസ്റ്റിനകത്തേക്ക് വരും. നമുക്ക് കേരളത്തിൽ ഇപ്പോൾ 53 ജാതികളാണ് പട്ടികയിലുള്ളത്. ലോക്കൂർ കമ്മീഷൻ 1965 പറഞ്ഞിട്ടുണ്ട് 171 ജാതികളെ പട്ടികയിൽ നിന്ന് പുറത്താക്കണമെന്ന് ലോക്കൂർ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. 121 ജാതികളെ പട്ടികവർഗ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കണമെന്ന് ലോക്കൂർ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ പട്ടികജാതി ലിസ്റ്റിനെ സംബന്ധിച്ച വാക്കിൽ ഭരണഘടന ഉപയോഗിക്കുന്ന വാക്കാണ് ഡീം ടു ബി. ഇവരെ പട്ടികജാതിയായി കണക്കാക്കുന്നു. അത് DY ചന്ദ്രചൂഡൊന്നും ഉണ്ടാക്കിയ വാക്കല്ല. ഡീംഡ് ഫിക്ഷൻ, ഡീംഡ് എന്ന് പറയുന്നത് അവരങ്ങനെ കണക്കാക്കുന്നു. അതെ, ഭരണഘടനാപരമായ ചില അവകാശങ്ങൾ വീതം വെക്കുന്നതിന് വേണ്ടി, അർഹരാകുന്നതിന് വേണ്ടി ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ജാതികളെ പട്ടികജാതിയായി കണക്കാക്കുന്നു. അങ്ങനെ പറയുന്നു, ഡീം ടു ബി ഷെഡ്യൂൾ കാസ്റ്റ്. അതാണ് 341 ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് അധികാരം കൊടുക്കുകയല്ല. കാരണം സംസ്ഥാനങ്ങൾക്ക് അധികാരം കൊടുത്താൽ എന്താ തെറ്റ്? സംസ്ഥാനങ്ങൾക്ക് അധികാരം കൊടുക്കുന്നതിൽ, കാരണം സ്റ്റേറ്റ് എന്ന് പറയുന്നതിൻ്റെ നിർവചനം ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് സെൻറ്റർ. കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും സ്റ്റേറ്റ് ഭരണകൂടങ്ങൾ, ആ കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും നിയമനിർമ്മാണ സഭകൾ, പാർലമെൻറ്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും, ലോക്കൽ അതോറിറ്റീസ് ആൻഡ് അതർ അതോറിറ്റീസ്. ഇതാണ് സ്റ്റേറ്റ് എന്ന് പറയുന്ന നിർവചനം. സ്റ്റേറ്റ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 12 നിർവചനത്തിനകത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് വരില്ലേ? തൈക്കാട്ടുശ്ശേരി പഞ്ചായത്തും വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതർ അതോറിറ്റീസ് എന്ന് പറയുമ്പോൾ തൈക്കാട്ടുശ്ശേരി പഞ്ചായത്തും സ്റ്റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിധിയെ ഓഗസ്റ്റ് 1 ഞാൻ പറയുന്നത് ഓരോന്നിനെയും അതിൻ്റെ മെറിറ്റിൽ തന്നെ നമ്മൾ സമീപിക്കണം. ഓഗസ്റ്റ് 1 സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത എന്ന് പറയുന്നത് ഈ 3 സംസ്ഥാനങ്ങളിലെ നിയമത്തിൻ്റെ ഭരണഘടനാ സാധുത പരിശോധിക്കുക മാത്രമാണ് ചെയ്തത്. ആ ഭരണഘടനാ സാധുതമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ആ വിഭാഗം ആളുകൾക്ക് കൂടി പ്രാതിനിധ്യം ഉറപ്പാക്കാൻ, അവരെ കൂടി ചേർത്ത് പിടിക്കാൻ, അവർക്ക് കൂടി ഈ ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ടാണ്, ഏതെങ്കിലും സമുദായം തട്ടിയെടുത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചരിത്രപരമായ കാരണങ്ങൾ. ഒരു കാരണം ഞാൻ പറയാം. ഈ ആന്ധ്രാപ്രദേശിലെ ഉദാഹരണം വെച്ച് നോക്കിയാൽ, ആന്ധ്രാപ്രദേശിലെ മാല കമ്മ്യൂണിറ്റി ജീവിക്കുന്നത് കോസ്റ്റൽ ആന്ധ്രയിലാണ്. ക്രിസ്ത്യനൈസേഷൻ പ്രവർത്തനം, ക്രൈസ്തവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അധികം നിന്നുകൊടുത്തത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം കൂടുതൽ കിട്ടിയത് മാല സമുദായത്തിനാണ് ആന്ധ്രാപ്രദേശിൽ. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോയി. മുരളി സാറ് കൊമ്മാടി ചെന്നിട്ട് അവിടെ ഒരു പള്ളിക്കൂടമുണ്ട്, LPS പള്ളിക്കൂടമുണ്ട്. അങ്ങോട്ട് നമ്മളെ റോഡ് അങ്ങോട്ട് കിഴക്കോട്ട് തിരിയുമ്പോൾ അതിൻ്റെ ബോർഡ് ഒന്ന് വായിച്ചു നോക്കണം. എസ്റ്റാബ്ലിഷ്ഡ് 1836 എന്ന് കാണാം. 1836. സർക്കാർ കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ വിദ്യാഭ്യാസം തുടങ്ങിയത് ക്രിസ്ത്യാനികളാണ്. അവരുടെ മതം അത്ര ഗുണമുള്ളതായതുകൊണ്ടാണെന്നല്ല ഞാൻ പറഞ്ഞത്. കേരളത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ക്രിസ്ത്യാനികളാണ്, വിദേശ ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ദറ്റ് ഈസ് ദ ഫാക്ട്. അതുകൊണ്ട് തന്നെ ആ വിഭാഗങ്ങളുമായി, ആ പ്രവർത്തനങ്ങളുമായി ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. നിങ്ങൾ പാലക്കാട് ജില്ലയിൽ ചെല്ലൂ, കേരളത്തിലെ ക്രൈസ്തവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഒരു സ്വാധീനമില്ലാത്ത മേഖലയാണ് പാലക്കാട് ജില്ല. വിദ്യാഭ്യാസപരമായി പട്ടികജാതിക്കാരെവിടെ തിരുവിതാംകൂറിലെ പട്ടികജാതിക്കാരേക്കാൾ 50 കൊല്ലം പുറകിലാണ്. ദിസ് ഈസ് ദ ഫാക്ട്. അതല്ല ആരെങ്കിലും തട്ടിയെടുത്തത് കൊണ്ടല്ല, ആരെങ്കിലും തട്ടിയെടുത്തതാണെന്ന് ആരും പറയുന്നുമില്ല. അതല്ല അതിൻ്റെ ശരിയായ വാദഗതി. അതുകൊണ്ട് ചരിത്രപരമായ കാരണങ്ങളാൽ വിദ്യാഭ്യാസപരമായി, ഉദ്യോഗപരമായി പ്രാതിനിധ്യം കിട്ടാതെ പോയ ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ പട്ടികജാതിയിലെ ഏതെങ്കിലും ജാതികൾക്ക് അവസരം നിഷേധിച്ചുകൊണ്ടല്ല, അവർക്ക് കൂടി അവസരം ഉറപ്പാക്കിക്കൊണ്ടുള്ള നിയമങ്ങളുടെ ഭരണഘടനാ സാധുതയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശരിവെച്ചത് എന്ന് മാത്രമാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും സമയത്തിൻ്റെ ഒരു പരിമിതി കൂടി പരിഗണിച്ചുകൊണ്ട്, നിങ്ങളിൽ പല ആളുകൾക്കും അഭിപ്രായങ്ങൾ പറയാനുണ്ടാകുമെന്ന് പരിഗണിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ജയ്.